പക്ഷെ ഈ കലോത്സവത്തെ ഞങ്ങൾ നെഞ്ചേറ്റിയത് ഇത് വളരെ ശാന്തമായി ലളിതമായി നമ്മുടെ കൂടെ വേറെ വന്നിരിക്കുന്നു. കലോത്സവത്തിൽ എത്താണ്ട് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. അല്ല പിന്നെ ഞാൻ തപ്പി നടക്കായിരുന്നു. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ അരുൺകുമാർ, ഞാൻ എന്റെ ലൈഫിൽ ഏറ്റവും അധികം കാണുന്നത്, ഞാൻ നിങ്ങളൊന്ന് വെറുതെ നിർത്തി പറയുന്നതൊന്നല്ല, മറിമായ കാണാം. നമുക്ക് രാത്രി ഉറങ്ങണേക്കാളും മുന്നേ ഇവര് ചെറിയ ചെറിയ പീസുകൾ ഇട്ടുള്ളൂ. അതെ, അതിൽ കണ്ട് കേട്ട് കിടന്നു കഴിഞ്ഞാൽ സുഖ ഉറക്കാണ്. നിങ്ങളെ ഒരുപാട് മനസ്സുകൾക്ക് നിങ്ങളുടെ പരിപാടി ശാന്തതയും മുറിവ് ഉണക്കാനുള്ള ഒരു സംവിധാനന്മാരുണ്ട്. അതിൽ പ്രമാണികളിൽ ഒരാളാണ് നിങ്ങൾ. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ പോരെ നമുക്ക് ഇതിനപ്പുറന്നോണ്ട് നമ്മൾ സത്യം പറഞ്ഞതാണ്. സത്യം. ഞാനേ ഇത് നമ്മുടെ ജീവിതമാണ്. ഇതൊക്കെ നേടിത്തന്നത് കലോത്സവമാണ്. ഒരു കലോത്സവ വേദിയിലും പങ്കെടുക്കാനും പറ്റിയില്ല. ഒരുപാട് കുട്ടികൾ, ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. 28 കൊല്ലാന്ന് ഞാൻ ഈ യാത്ര നടത്തിയത്. ഈ തൃശ്ശൂർ മുമ്പും സംസ്ഥാനം നടക്കുമൊക്കെ എൻ്റെ കുട്ടികളുണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു മേഖലയിൽ വന്നില്ലെങ്കിൽ ഇപ്പൊ ഞാൻ വേഗം നോക്കി ഇതൊക്കെ ഇത് കഴിയാണ്ട് പോയില്ലേ ഞാൻ. നാടകം, സ്കിറ്റ്, മൈമ്, മോണാക്ട് ഇതൊക്കെയാണ് എൻ്റെ പരിശീലനം. ഇപ്പൊ ഏതെങ്കിലും മത്സരം കണ്ടോ? ഇപ്പം നടക്കൂല. ഇപ്പം സിനിമ ടെലിവിഷൻ രംഗത്തും സജീവമായതുകൊണ്ട് മാത്രം 6 കൊല്ലായി. 2019 സംസ്ഥാനം കാസർഗോഡ് കാഞ്ഞങ്ങാട്ട് നടക്കുന്നത്. അപ്പാണ് ഞാൻ ലാസ്റ്റ് മൈം ചെയ്തത്. അതോടെ പിന്നെ കൊറോണ വന്ന് 2 കൊല്ലം അങ്ങനെ പോയി. പിന്നെ കലോത്സവം വരുമ്പോൾ ഞാൻ സിനിമയും ടെലിവിഷൻ രംഗത്ത് സജീവമായി. അപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളും പഠിപ്പിച്ചിട്ടുണ്ട്. യാത്രയുടെ തലവര മാറ്റിയതെന്താ? ഞാൻ സ്കൂളിൽ പോയതാ. അത് വലിയ അത് കേരളത്തിന്റെ ഈ വാക്ക് കേട്ടപ്പോ ഇവിടെ എല്ലാവരും ചിരിച്ചു. പക്ഷേ അതൊരു കേരളത്തിന്റെ ഒരു മുഖമുദ്രയാണത്. ഞാൻ സ്കൂളിൽ പോയതാണ് എന്റെ തലവര മാറ്റിയത്. അതായത് വിദ്യാഭ്യാസമാണ് തലവര മാറ്റിയത്. ആ വിദ്യാഭ്യാസത്തിന്റെ വരുന്ന കുട്ടികളുടെ കലോത്സവത്തിലേക്ക് അദ്ദേഹം പ്രധാന പങ്കാളിയായിരുന്നു. ഞാൻ 10ാം ക്ലാസ് എങ്ങനെയോ പാസ്സായി എടുത്ത് നോക്കാണ്ട് 10 കയറ്റ് ഉപരിപഠനം എന്ന് പറഞ്ഞാൽ ഞാൻ പണിക്കോയതാ. അന്ന് കഷ്ടപ്പാടാ. 10 ഉറുപ്പ്യ എടുക്കാനില്ല. പിന്നെ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ അന്ന് കോളേജിൽ പോവാ. 2 കോളേജ് നമ്മളെ ജില്ലയിലുള്ളൂ. പിന്നെ നല്ല പൈസ ഉണ്ടെങ്കിൽ പേര കോളേജിൽ പോവാം. അന്ന് പേര കോളേജ് ഭയങ്കര സംഭവമാണ്. പൈസയും ഇല്ല, ഉയർന്ന മാർക്കും ഇല്ല. അതിന്റെ അടിയിൽ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലമാണ് പണിക്കോല്. ജീവിതാനുഭവങ്ങളുടെ തീച്ചൂളയിൽ വളർന്ന ഒരാള് ഒറ്റ വാക്ക് പറഞ്ഞ തീച്ചുകൂടെ തന്നെയാണ്. അതുകൊണ്ട് ഇത് ഇവിടെ കരിഞ്ഞു ഉണങ്ങിയാൽ അതിന് തീർത്തിട്ട് വരും. അങ്ങനെ ഉണ്ടല്ലോ. തീർച്ചയായും അനുഭവങ്ങളാണ്. ക്ലാസ് മുറികളെക്കാളും മനുഷ്യനെ കരുത്തുറ്റതാക്കുന്നത് ജീവിതാനുഭവം തന്നെയാണ്. ഞാൻ പറഞ്ഞ കുട്ടിയോട് എനിക്ക് പറയാനല്ലോ, ഇത് നിങ്ങളെ ഒരു മഹാഭാഗ്യാണ്. സംസ്ഥാന കലോത്സവത്തിൽ കരഞ്ഞിട്ട് പോരുത്. സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ പൊട്ടിച്ചിരിച്ചു പോകണം. കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങളാണ് ഈ ദിവസം. ഈ 3-4 ദിവസം സംസ്ഥാന സ്കൂൾ കലോത്സവമാണ് നിങ്ങൾ വന്നത്. ഇവിടെ ആഹ്ലാദിക്കുക, സന്തോഷിക്കുക, മനസ്സ് തരക്കുക. കല സ്നേഹം തരും, നന്മ തരും. അങ്ങനെയുണ്ടല്ലോ, ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കും കല എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയത് നമ്മുടെ ബയോഡാറ്റ, നമ്മുടെ അക്കാഡമി, കലോത്സവമാണ്. എവിടെയും പോവാണ്ട് നമുക്ക് കിട്ടിയത് ജനങ്ങൾക്കിടയിൽ നിന്നതും താൻ ഉണ്ടാക്കിയ അനുഭവങ്ങളാണ് തന്റെ കരുത്ത്, അല്ലേ? അതെ, ഇത് തന്നെയാണ്. വേറെ എന്താണ് നമുക്കില്ല. എനക്കൊന്നും ഒരു ഹാപ്പി മെസ്സേജ് ആണ് അത്. ഈ കുട്ടികളൊക്കെ കേൾക്കട്ടെ. രാജൻ പറഞ്ഞ പോലെ സ്കൂളിൽ പോയതാണ്, കലോത്സവത്തിൽ പങ്കെടുത്ത് പലവരുടെയും തലവരകളെ മാറ്റിയിട്ടുണ്ട്.